our presentations, our talks are really enlightening and increasing our knowledge and our skills. But many of us take it very lightly, okay, just because it is coming free. We are all well educated, well trained, matured. So we should realize the value of the Oravu webinar and join wholeheartedly from now onwards. My sincere request is to increase the participation because these talks are really good and this will really enlighten our brains, sharpen our skills, increase our knowledge base. Thank you once again for all those who are present here. Thank you. Thank you all. Thank you, John Babies. Thank you, John Baby, sir. Anyway, I can extend my full cooperation with you, sir. And we can expect more members in our next presentation. So, ഇനി അടുത്തത് സെലിന മാമിനെ ക്ഷണിക്കാനായിട്ട് നമ്മുടെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ ഹലോ Yes, Joseph sir is there already. ഓക്കെ, അപ്പൊ ജോസഫ് സാറിനെ ക്ഷണിക്കാന്നുള്ളതാണ്. സാറിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു നേട്ടമാണ് നമ്മൾ ഉറവിന്റെ രീതിയിൽ കൈവരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സെലീന മാമിനെ ക്ഷണിക്കാൻ, ഇന്നത്തെ ട്രെയിനറായ സെലീന മാമിനെ ക്ഷണിക്കാനായിട്ട് ഞാൻ ജോസഫ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ജോസഫ് സാറിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. അപ്പോ ഇന്ന് 102ാമത്തെ വെബിനാറാണ്. ഇന്നത്തെ സ്പീക്കർ സലീന പി, നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ KCTVന്റെ എറണാകുളം ജില്ലയെ നയിച്ച വ്യക്തിയാണ്. എന്നാൽ തിരക്ക് മൂലം പിന്നെ പ്രയോറിറ്റിയിലെ മറ്റു പലതും മുൻപന്തിയിലുള്ളത് കൊണ്ടും സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെ ജോൺ ബേബി സാറായി പ്രസിഡന്റ്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടാമത്തേതാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു വെബിനാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് സെക്കൻഡ് വൺ. 31 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപികയാണ്. IHRD ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫിസിക്സ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഈ 31 ഇയേഴ്സിൽ 15 ഇയേഴ്സും പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കുള്ള ലീഡർഷിപ്പ് റോള് വളരെ ഗംഭീരമായിട്ട് ഒരു ടീം പ്ലെയർ ആസ് വെൽ ആസ് എ ടീം ലീഡർ നന്നായിട്ട് അത് കൊണ്ടുവന്നു. എക്സലന്റ് ആയിട്ട് ആ റോൾ പ്ലേ ചെയ്തു. നല്ലൊരു പ്രിൻസിപ്പൽ എന്നുള്ള ഖ്യാതി ടീച്ചർക്കുണ്ട്. 2023 റിട്ടയർ ചെയ്തപ്പോൾ സ്വന്തം പാഷനായിട്ടുള്ള ട്രെയിനിങ് മേഖലയിലേക്ക് തിരിയാനായിരുന്നു ആഗ്രഹം. അങ്ങനെ നമ്മുടെ അഭിലാഷ് ജോസഫ് സാറിൻ്റെ കൂടെ ഒരു ശിഷ്യയായിട്ട് ചേർന്നു. ലൈഫ് ടെക് സൊല്യൂഷൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തും ട്രെയിനിങ്ങിലൂടെയും നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനറായി. അതോടൊപ്പം തന്നെ ഒരു പാരന്റിങ് കോച്ച് കൂടി ആണ് ഇന്ന്. പാരന്റിങ് കോച്ച് കൂടിയാണ് ഇന്ന് സലീന ടീച്ചർ. ആ രംഗത്ത് നന്നായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല ഒരു ഒട്ടേറെ എഴുതാനുണ്ട്, അറിവുണ്ട്. അതൊക്കെ പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യത്തെ പുസ്തകം ഓൾമോസ്റ്റ് 99.9% കഴിഞ്ഞിരിക്കുന്നു. എഴുത്ത് കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഒരു മാസത്തിനുള്ളിൽ അതിന്റെ പബ്ലിഷിംഗ് ഉണ്ടാവും, അതിന്റെ റിലീസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു പുസ്തകം എന്ന് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എഴുതിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ എഴുതിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പുസ്തകത്തിന്റെ പേര് ഒരു ശലഭത്തിന്റെ ജീവിത വഴിയിലൂടെ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് പാരന്റിങ്ങോട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. വളരെ നല്ല ബുക്കായിരിക്കും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവരും കിട്ടിയ ഉടനെ വാങ്ങിക്കണം, വായിക്കണം. ഒരു ട്രെയിനർ എന്ന നിലയ്ക്കും ഒരു പാരന്റ് എന്ന നിലയ്ക്കും നന്നായിരിക്കും ബുക്ക് വാങ്ങി സ്വന്തമാക്കുക. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയാമെങ്കിൽ ബ്രില്യൻസ് കോഡ് എന്ന് പറയുമ്പോൾ അത് ഇന്റലിജൻസിനെ കുറിച്ചാണ് അറിയാം. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചുള്ള സെഷനാണ് അത്. ട്രെയിനർ എന്ന നിലക്കായാലും കൗൺസിലർ എന്ന നിലക്കായാലും ഒരു
പാരന്റ് എന്ന നിലയ്ക്കും ഇന്റലിജൻസ് എന്താണെന്ന് അറിയണം. നമ്മുടെ ഇന്റലിജൻസ് എന്താണ്, നമ്മുടെ കുട്ടികളുടെ ഇന്റലിജൻസ് എന്താണ്, നമ്മുടെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ എന്താണ്, അത് അറിയണം. ഒരു ഇന്റലിജൻസും ഇല്ലാത്ത ആരുമില്ല. അത് ഏതാണ് അവന്റെ ഇന്റലിജൻസ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് ക്ലാസ്സാണ്. എല്ലാം നന്നായി കേൾക്കുക, ആസ്വദിക്കുക. ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്പീച്ച് കഴിയുമ്പോൾ ഫീഡ്ബാക്കിലൂടെ അത് ചോദിക്കാവുന്നതാണ്. ഓവർ ടു MC. താങ്ക് യു ജോസഫ് സർ. എന്നും വളരെ ചുറുചുറുക്കോടെ മാത്രം കണ്ടിട്ടുള്ള സലീന മാമിന്റെ ക്ലാസ് ആണ് ദ ബ്രില്യൻസ് കോഡ് എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാമിന്റെ പലപ്പോഴും റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാം ഇങ്ങനെ ചെറിയ ചെറിയ ഒരു റീൽസ് ഇട്ട് പോകുമ്പോൾ ഓരോരോ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ, കാരണം അത് 1 മിനിറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടെ ഇതിലൊരു അറിവ് കിട്ടിയിരുന്ന വളരെ നല്ലതായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ മാമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് കൂടുതൽ അറിവുകൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി സെലീന മാമിനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സെലീന മാം. Thank you, Jyoti ma'am. Thank you, Joseph sir, for this wonderful presentation. And അതും എന്റെ ബുക്കിനെ കുറിച്ചും കൂടി പറഞ്ഞതിന് ഏറെ നന്ദി രേഖപ്പെടുത്തുന്നു. ബുക്ക് അടുത്ത മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. നോഷൻ ഡ്രസ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഗുഡ് ഈവനിങ് ടു എവ്രി വൺ ഹു ഹാസ് കം ഹിയർ ടു ലിസൺ ടു മീ. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല. You are my actually the what is it, the help behind all this. Anyway, നമുക്ക് as നേരത്തെ പറഞ്ഞ പോലെ ബ്രില്യൻസ് കോഡ്, ഞാൻ ക്രാക്കിംഗ് ദ മിസ്റ്ററി ഓഫ് ഇന്റലിജൻസ് എന്നുള്ളതാണ് ഞാൻ ഒരു ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുമ്പം നോർമലി ഐ വോണ്ട് സംബഡി ടു അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ, ഓക്കെ, അതർവൈസ് യൂസ് ദ ചാറ്റ് ബോക്സ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് അവനൊരു ഇന്റലിജന്റ് ആണ് അല്ലെങ്കിൽ അവൾ ഒരു മിടുക്കി കുട്ടിയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ നോർമലി ചിന്തിക്കുന്നത് ഏത് രീതിയിലാണ്, ഏത് തരത്തിലുള്ള കുട്ടിയാണ് ഇന്റലിജൻസ് ഉണ്ട്, ബുദ്ധിമാനാണ്, ബുദ്ധിമതിയാണ് എന്ന് നമ്മൾ നോർമലി പറയാം? ആരെങ്കിലും? somebody? Yes, father. Best logical answers, best logical solutions. One who gives logical solutions. Yes, logical ആയിട്ടുള്ള ആൻസേഴ്സ്, ബെസ്റ്റ് പ്രോബ്ലം ഒരു സൊല്യൂഷൻസ്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഒരു കുട്ടിയാണ് നമ്മൾ പറയണമെങ്കിൽ എങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്ന കുട്ടി മിടുക്കനും പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാത്ത കുട്ടി മിടുക്കില്ലാത്തവരും ആണ്, അല്ലേ? പക്ഷെ സത്യത്തില് നമ്മുടെ പ്രിമിറ്റീവ് ഏജിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാല് നമുക്ക് ആ ഒരു ഫിയർ വേണമായിരുന്നു ജീവിക്കാൻ. ആ ഒരു ഫിയറും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രീതിങ്ങിനും നമ്മുടെ ബാക്കി എല്ലാ ഫങ്ഷൻസും നടക്കാനുള്ളത് മാത്രം മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഇവോൾവ് ചെയ്തു. യെസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ശശികല മാം പറഞ്ഞു, താങ്ക് യു. നമ്മൾ ആ ഇവോൾവ് ചെയ്ത് വരുമ്പോ നമ്മുടെ ബ്രെയിനിന്റെ എബിലിറ്റി നമുക്ക് കൂടി വന്നു. നമ്മളത് ദാറ്റ് വാസ് ആക്ച്വലി കണക്ഷൻ, ന്യൂറൽ കണക്ഷൻസ് ശരിക്കും പറഞ്ഞ സാർ മുമ്പ് പറഞ്ഞ പോലെ ആ ന്യൂറൽ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്ത് അത് വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. ലൈക്ക് ദിസ് പ്രോബ്ലം സോൾവിങ്, യു ക്യാൻ പ്ലാൻ അഹെഡ്, അതുപോലെ തന്നെ ഇമോഷൻസിനെ മാനേജ് ചെയ്യല്, മെമ്മറീസ് സ്റ്റോർ ചെയ്യല്, ഇതെല്ലാം ആവശ്യമായി വന്നു നമ്മുടെ ആ ഒരു എവല്യൂഷനിൽ. ആൻഡ് ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഡ് അ ലോട്ട്. അപ്പൊ ഇതെല്ലാം വന്നു, നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബീയിങ് ആയിട്ട് മാറി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ആ ഹ്യൂമൻ, നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റില് ഹ്യൂമൻ ആയിട്ട് മാറിയിരിക്കുന്നത്. വിത്ത് ഓൾ യുവർ പെർമിഷൻ ലെറ്റ് മീ ഷെയർ. അപ്പോ വി ആർ റിയലി സംതിങ് സ്പെഷ്യൽ. വി ഹാവ് ദ എബിലിറ്റി ടു think, look at our problems, നമ്മുടെ പ്രോബ്ലംസ് എന്താണ് അതിനെ അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് കിട്ടുകയാണ്. അപ്പോ വെൽക്കം ടു ദി ബ്രില്യൻസ് കോഡ്, ക്രാക്കിംഗ് ദ മിസ്റ്ററി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് ഏറ്റവും രസകരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായി എനിക്ക് തോന്നിയ ഒരു കോട്ടാണിത്. ഇത് ഐൻസ്റ്റീൻ പറഞ്ഞത്, അല്ലേ? Everybody is a genius, but if you judge a fish by its ability to climb a tree,
it will live its whole life believing that it is stupid. ശരിയല്ലേ? നമ്മുടെ കൂട്ടത്തില് എത്രയോ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, എത്രയോ ആൾക്കാര് സ്വന്തം ക്ലാസ് റൂമുകളിലേക്ക് പോകാം, അധ്യാപകരുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സിലേക്ക് ഒന്ന് പോകാം. പല തരത്തിലുള്ള കുട്ടികളുണ്ട്. നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ സ്പോർട്സ്മാൻമാര്, നമ്മുടെ ഡാൻസേഴ്സ്, നമ്മുടെ ആക്ടേഴ്സ്, ഇവരെ ഒന്നും നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് കണക്കാക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം, അല്ലേ? ആകെപ്പാടെ ഇപ്പം നമ്മുടെ സോംനാഥ് സാറ്, നമ്മുടെ സയന്റിസ്റ്റുകള്, അങ്ങനത്തെ കുറെ പേരുകളൊക്കെ വരുവാണെങ്കിൽ അവരെയൊക്കെ മാത്രം നമ്മൾ ബുദ്ധി ഉള്ളവരായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലേക്കാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോ നമ്മൾ നോർമലി ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയണമെങ്കിൽ നെയിം, ഫെയിം, മണി ആൻഡ് സക്സസ്, പഠിച്ച് മാർക്ക് മേടിക്കുന്നതിനോടൊപ്പം അവന് നല്ല ഉയർന്ന ജോലി കിട്ടുന്നവനും ഒക്കെയാണ്, അവർക്ക് മാത്രമാണ് ഇന്റലിജൻസ് ഉള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും നമുക്കുള്ളത്. അപ്പൊ അതിനകത്തെ കുഴപ്പമുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കൊന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള ആളുകളിലേക്ക്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് ജോസഫ് സാറ് അത്യാവശ്യം, ജോസഫ് ജോൺ സാറ് നന്നായി പാടും, അല്ലെ? അങ്ങനെയുള്ള ആൾക്കാര് ഇതിപ്പോ നോക്കൂ, നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ കാണുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്ന കുട്ടികള്, അല്ലെ? അതുപോലെ എഴുതുന്ന കുട്ടികൾ, വായിക്കാൻ പറ്റുന്ന കുട്ടികളെയൊക്കെ കാണാൻ പറ്റും. ഏറെ ചിലര് ഇതേത് തരം കുട്ടികളായിരിക്കും? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എനിക്ക് റെസ്പോൺസ് വേണേ. ഇതേത് തരം കുട്ടികളാണ്? കണക്ട് ചെയ്യാൻ മിടുക്കര്, പ്രോബ്ലം സോൾവിങ്, ഒക്കെ പസിൽസ് സോൾവ് ചെയ്യാൻ ഈ കൂട്ടരിൽ പെട്ടതാണ്. നമ്മൾ ലോജിക്ക് തർക്കിച്ച് നമ്മളോട് നിൽക്കില്ലേ, അവര് പോലും, അല്ലെ? അങ്ങനെയും കുറെ കുട്ടികള്. വേറെ കുറെ പിള്ളേരുണ്ട് നന്നായി പടം വരയ്ക്കാനും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനും, അല്ലെ? ഞാൻ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾ പിന്നീട് ഞാൻ ഓർമ്മിപ്പിക്കണം, ഞാനത് പറഞ്ഞില്ലെങ്കിൽ. രണ്ട് കുട്ടികൾ ബോളും കൊണ്ട് കളിക്കുകയാണ്. അത് ഞാൻ ഈ ആർട്ടിന്റെയും ക്രാഫ്റ്റിന്റെയും ഒക്കെ കൂട്ടത്തിലാണ് ഞാൻ ചേർത്തത്. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഇതെന്താ ചെയ്യുന്നേ? ഡാൻസ് കളിച്ചും, അല്ലെ? നമ്മൾ ചിലപ്പോ ഒക്കെ ക്ലാസ്സിൽ ചെല്ലുമ്പം എന്താ പറയാ, അനങ്ങാതെ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളെ കാണാം. ബഹളം വെക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന, അവരെയൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികള്. ഇത് പാട്ട് പാടാനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ. ഇത് നോക്കൂ, ഒരുത്തന്റെ വോളണ്ടിയറാ, ഒരുത്തൻ ഡൊണേഷന്. ഇത് എത്ര കെയറിങ് ആണ് അവര്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടമുള്ള, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എന്താ വേണ്ടതെന്ന് നോക്കാൻ ആഗ്രഹമുള്ള പറ്റുന്ന കുട്ടികള്. ഇനിയുമുണ്ട് സ്വന്തം നിലയിൽ വളരെ കാമായിട്ടിരിക്കുകയും മറ്റൊരാളെ കേൾക്കാനും നല്ല സാന്ത്വനം കൊടുക്കാനും പറ്റുന്ന കുട്ടികള്. ഇനിയുമുണ്ട് ഒരു ഗ്രൂപ്പ് ചെടികളുടെ അടുത്തും നല്ല പെറ്റുകളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന കുട്ടികള്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന രീതിയിലാണ് നമ്മൾ മനുഷ്യരെ കാണുന്നത് സത്യത്തില്. അപ്പോ ഹോവാർഡ് ഗാർഡ്നർ ആണ് 1983 പ്രസിദ്ധീകരിച്ച സ്ട്രീംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തില് ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. അദ്ദേഹം കുറെ വർഷങ്ങളോളം പഠിച്ചു കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത്, നമ്മൾ പറയുമ്പോൾ നേരത്തെയൊക്കെ പറയുമ്പോൾ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും മാത്രം, ലെഫ്റ്റ് ലോജിക്കൽ സാധനത്തിനും റൈറ്റ് ബ്രെയിൻ ക്രിയേറ്റിവിറ്റിയും ഒറ്റ വാക്കിൽ അങ്ങ് പറയും. പക്ഷെ അല്ല, എവിടേക്കോ. പക്ഷെ ഇദ്ദേഹം പറയുമ്പോ, ഹോവാർഡ് ഗാർഡ്നർ പറയുമ്പം അത് പറഞ്ഞിരുന്നത് ഇത് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ലൊക്കേറ്റഡ് ആണെന്നൊക്കെയാണ്. ഇന്നത്തെ MRI സ്കാനുകളും അതുപോലെയുള്ള മറ്റു പല ന്യൂറോ സയൻസ്, ന്യൂറോ ഇമേജിംഗ് ഒക്കെ വെച്ച് നടത്തുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ന്യൂറൽ കണക്ഷൻസ് എങ്ങനെ റെഡിയാവുന്നു, എവിടെയൊക്കെ കൂടി അതൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു, അതിന്റെ സ്റ്റഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇന്റലിജൻസിലെ വ്യത്യാസം, ഈ ഒരു പല രീതിയിലുള്ള കണക്ഷൻസ് വരിക എന്ന് പറയുന്നത്. നമ്മള് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ?
ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇപ്പോ ഡെവലപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ന്യൂറൽ കണക്ഷൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെന്ന് വരുന്നുണ്ട്. അതുവഴി അപ്പോ ഈ തരത്തിലുള്ള എന്താ പറയാ വൈവിധ്യമാർന്ന രീതിയിലുള്ള ഇന്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചത്. പക്ഷെ ന്യൂറോ കണക്ഷൻ എന്നത് ഇപ്പോഴാണ്. ഇത് ഡിഫറെന്റ് സ്ഥലത്ത് ലൊക്കേറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഒരു 8 ഇന്റലിജൻസസ് ആണ് ഹോവാർഡ് ഗാർഡ്നർ പറഞ്ഞത്. അത് കഴിഞ്ഞും ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഈ 8ന്റെ ഒരു പ്രാധാന്യം നമുക്ക് എടുക്കാവുന്നത് നമ്മുടെ കുട്ടികളുടെ കേസിൽ നമുക്ക് എടുക്കുമ്പോൾ അവരിൽ ഇതിൽ ഏതാണോ ഡെവലപ്ഡ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്നത് വഴി അവരുടെ ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ അവരുടെ നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ അവരുടെ കേസിൽ നമ്മൾ അല്ലാതെ എല്ലാവരും പോകുന്ന പോലെ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ ഒരു കരിയറിനെ ലിമിറ്റഡ് ആക്കി മാറ്റും എന്നുള്ളതാണ്. സോ അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ഇൻബോൺ ടാലന്റും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരിലുള്ള ഇത് ഈ 8 ഏതാണ്ട് 2-3 ഒക്കെ ചിലപ്പോൾ മുന്നിൽ നിൽക്കും. അപ്പൊ അത് റിലേറ്റഡുമാണ് കേട്ടോ. ഒരെണ്ണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരെണ്ണമൊന്നും നിൽക്കുന്നൊന്നുമല്ല. പലതരത്തിൽ അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ആ കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് രാജ്യങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അമേരിക്കക്കാരെയും ചൈനക്കാരെയും ഒന്ന് സ്റ്റഡി ചെയ്തപ്പോ കണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കക്കാര് എന്റെ കുട്ടിക്ക് ഇന്ന ഇന്റലിജൻസ് ഉണ്ട് എന്ന് മാത്രം അവരത് ഫോളോ ചെയ്യുന്നുണ്ട്, അവരത് നോക്കുന്നുണ്ട്, അവരതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ചൈനക്കാര് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? അവര് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ ഇന്റലിജൻസും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ്. അതായത് ഈ ന്യൂറോ കണക്ഷൻസ് അവര് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അവരുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ചൈനയുടെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. എത്ര രസകരമായിട്ടാണ് അവർ ആ കുട്ടികൾക്ക് എല്ലാ ലൈഫ് സ്കില്ലും കൊടുത്ത് പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ആ ചൈനയ്ക്കുണ്ട്. അതാണ് ചൈന മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ചെയ്യുന്നത്. അവരുടെ ഓരോ കാര്യത്തിലും അവർ വ്യത്യസ്തമാകുന്നത് അവർ പ്രയോഗിക്കുന്ന രീതിയിലാണ്. കിട്ടുന്ന ഓരോ അറിവും ഏത് രീതിയിൽ അവർ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ 8 എണ്ണത്തിന്റെ ഒരു പ്രാധാന്യത്തിലേക്ക് ഞാൻ പോവാണ്. ഇവരെ മനസ്സിലാക്കാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് ഞാനിപ്പോ പറഞ്ഞ പോലെ അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാം, വീക്ക്നെസ്സിനെ നമുക്ക് മനസ്സിലാക്കാം, വീക്ക്നെസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം, ഒരുപാട് മുന്നിലാക്കിയിരുന്നില്ലെങ്കിലും അതുവഴി അവരുടെ എഡ്യൂക്കേഷനെ പേഴ്സണലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്തത് അവർക്ക് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സിലബസ് മുഴുവൻ തട്ടിക്കളഞ്ഞിട്ട് ആക്കുക, ഇതൊന്നും നടക്കില്ല. അതിനുള്ളിൽ നമുക്ക് എങ്ങനെ ഇവരെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടുന്ന കാര്യം. ആൻഡ് നമ്മുടെ പേരൻസ് കമ്പയർ ചെയ്യുന്നത് വലിയൊരു കുഴപ്പമുണ്ട്. എങ്കിലും ഇപ്പൊ സാധാരണഗതിയിൽ അവർ കമ്പയർ ചെയ്യാറുണ്ട്. അവരുടെ ക്ലാസ്മേറ്റ്സും സിബ്ലിങ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. അത് നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പിന്നെ ഉള്ളത് അവര് എന്താ പറയാ സുപ്പീരിയർ കരിയർ ആയിട്ട് സാധാരണ നമ്മുടെ മക്കളെ ഏതൊക്കെ കരിയറിലേക്കാണ് വിടാറുള്ളത്? എഞ്ചിനീയറിംഗ് അല്ലേ? എഞ്ചിനീയറിംഗ്, ഡോക്ടർ, നഴ്സ്, ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്ന കാര്യം. അതാണ് സുപ്പീരിയർ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ രീതിയിലല്ല. ഒരു ഡോക്ടർക്ക് വേണ്ടുന്ന ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ ഡോക്ടർ നല്ല ഡോക്ടറായി മാറില്ല എന്ന് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഉള്ളത് ഈഗോയാണ്. ഈഗോ, നമ്മൾ പറയണതാണ് ശരി. നമ്മള് ഒരു കുറെ ഓണം ഉണ്ടാവാന്ന് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട് നമ്മളെ പേരൻസിന്. അതിന്റെ പുറത്ത് അതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനും നമ്മുടെ ഫാമിലി സർക്കിളിനും നമ്മുടെ കുട്ടി പുറകോട്ട് നിൽക്കുമോ എന്നുള്ള പേടി. മറ്റൊന്ന് അവരെ ഷോ ഓഫിന്. എന്റെ കൊച്ചി ഇവിടെ അങ്ങടുത്ത് അവിടെ പഠിക്കുന്നത് VITയിലൊക്കെ പഠിച്ച എന്റെ ഒരു ഫ്രണ്ടിന്റെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ മോനുണ്ട്. VITയിൽ പഠിച്ചിറങ്ങിയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിട്ട് അവൻ ഷെയർ മാർക്കറ്റിൽ കോടികളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ വയസ്സ് 27-28 ആയിട്ടുള്ളൂ. അവൻ ഓൾറെഡി ഒരു ബെൻസിന്റെ ഏറ്റവും വലിയ കാറുണ്ടല്ലോ, ആ കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു
ലെവലില് 27 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ ഇറങ്ങി പാടെ അവൻ ആ എഞ്ചിനീയറിംഗ് നോക്കിയതല്ല, VIT പഠിച്ചതെന്ന് ഓർത്തോളൂ. അപ്പൊ അങ്ങനെ ഷോ ഓഫ് കാണിക്കാൻ ഒരു സെറ്റ്. പക്ഷെ നോബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്. നമ്മുടെ കുട്ടികളിൽ എന്താണോ കഴിവുള്ളത് അതിനെ എൻഹാൻസ് ചെയ്ത് അവരുടെ ലൈഫിന് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ഈ ഒരു നോബിൾ ഇന്റൻഷൻ ആയിരിക്കണം നമുക്കും ഇതിന്റെ പിന്നിൽ. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പിന്നിൽ നമുക്കും ഈ നോബ്ലസ്റ്റ് ഇന്റൻഷൻ ആയിരിക്കണം. ബാക്കി 5 എണ്ണവും തള്ളിക്കളയണം. അപ്പോ ഇവരെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു IKN അപ്രോച്ച് എന്ന് ഞാൻ പറയാവുന്ന ഒരു അപ്രോച്ചാണ്. I എന്ന് പറയുമ്പം യു ഷുഡ് ഇൻവോൾവ് വിത്ത് യുവർ ചിൽഡ്രൻ. ഇൻവോൾവ്, അവരുമായിട്ട് കളിച്ച് ഇടപഴകണം. നമ്മൾ അവരുമായിട്ട് കളിക്കുമ്പോഴാണ് അവന്റെ തനി സ്വരൂപം നമുക്ക് കിട്ടുക. നമ്മൾ അച്ഛനും അമ്മയുമായി മാറി നിന്നുകൊണ്ട് മക്കളെ കളിക്കാൻ അനുവദിച്ചാലും പോരാ. നമ്മൾ അവരുമായിട്ട് ചേർന്ന് നമ്മൾ കൂട്ടുകാരെ പോലെ കളിക്കുമ്പോ കൂട്ടുകാരെ പോലെ തന്നെ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ, കള്ളത്തരം കാണിക്കാതെ, നമ്മൾ അതോറിറ്റി എടുക്കാതെ നമ്മൾ കുട്ടിയായിട്ട് തന്നെ അവരോടൊപ്പം ഇൻവോൾവ് ചെയ്ത് കളിക്കണം. ഇനിയുള്ളത് അങ്ങനെ വരുമ്പോ അവരെ നന്നായി അറിയാൻ പറ്റും. നോ അബൌട്ട് യുവർ ചൈൽഡ്. അവൻ എന്തെല്ലാം എടുക്കാൻ, എന്തിലാണ് അവൻ മോശമായി പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ക്രിക്കറ്റ്, എന്റെ മക്കൾക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലോണം ബാറ്റ് ചെയ്യുന്നവൻ ആര്, നല്ലോണം ബൗൾ ചെയ്യുന്നവൻ ആര്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അവരുടെ കൂടെ അവരുടെ അച്ഛൻ കളിക്കാൻ പോകുമ്പോ. അതുപോലെ തന്നെ അവസാനം അതിനെ നേർച്ചർ ചെയ്യുക. ആ നേർച്ചറിങ് ആണ് നമ്മുടെ ഇടയിൽ നടക്കാത്തത്. ഈ ബാക്കി വേണമെങ്കിൽ ചെയ്യുമായിരിക്കും, പക്ഷെ കളിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അങ്ങനെ കളിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഡാൻസിനോ ഒക്കെ വിട്ടതുകൊണ്ട് ഒന്നും നേടില്ല എന്നല്ലല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നെയിമും ഫെയിമും മണിയും സക്സസും. ഇത് 4 ഉണ്ടാക്കുന്നത് ലോജിക്കൽ റീസണിങ്ങും മാത്തമാറ്റിക്കൽ ഇതൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജും ഒക്കെ പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയ മാർക്ക് കൊണ്ട് മാത്രമല്ലല്ലോ നേടുന്നത്, അല്ലെ? എത്രയോ ആൾക്കാര് അതിനേലേറെ നല്ല രീതിയിൽ അവരുടെ ഇൻട്രസ്റ്റിൽ പോയി അവര് വളരെ അധികം നന്നായി പണം ഉണ്ടാക്കുന്നു, പേരുണ്ടാക്കുന്നു. പിന്നെ അവരെ കൺസിഡർ ചെയ്തുകൂടെ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോ ഈ IKN അപ്രോച്ചില് ഇൻവോൾവ് with your child and know about your child and nurture accordingly. That is very important. അതിലേക്കാണ് അത് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു പരീക്ഷാ സമ്പ്രദായം, ഇത് ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനർമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും എനിക്കിത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെ? എല്ലാ മൃഗങ്ങളെയും വിളിച്ച് വരുത്തിയേറ്റും സെയിം എക്സാം ഏതാണ്? മരത്തെ കയറാൻ പറ്റുന്നത് ആർക്കാണ്? മുമ്പ് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ മീനിനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റൂല. ആനയ്ക്കാണെങ്കിൽ പുലിക്ക് മറിച്ചിടാം, അല്ലേ? പുലിക്ക് മറിച്ചിടാം, പക്ഷെ ആനയ്ക്ക് മരത്തിന്റെ മേലെ കയറാൻ പറ്റൂല. മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ കയറാം. അങ്ങനെ ഇവർക്കൊന്നും കയറാൻ പോലും പറ്റൂല. അപ്പോ അങ്ങനെ ഒരു എക്സാം ആണ് സത്യത്തിൽ നമുക്ക് നടക്കുന്നത്. ഈ എക്സാം കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുള്ള നാടാണ് നമ്മുടെ നാട്. അവരുടെ ശരിയായ കഴിവ് ഏതാന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതാണ് നമുക്ക് ഇപ്പോഴും എന്ന് വേണം പറയാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്താ പറയാ, കോമേഴ്സ് പഠിക്കണം അല്ലെങ്കിൽ കളിക്കാനും കൂടി പോണമെന്ന് പറഞ്ഞ് വഴക്കിടുന്ന കുട്ടി അച്ഛനാണെങ്കിൽ നിർബന്ധിക്കുകയാണ്, ഇല്ല ഈ സ്കൂളിൽ ചേർന്നാൽ മതി. എന്നാ വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ കളിക്കാൻ പോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കലൂര് സ്കൂളിലായിരുന്നു, അവിടെ ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അച്ഛന് നിർബന്ധം, അവൻ നല്ലൊരു സ്പോർട്സ്മാൻ ആണ്, അവൻ ഇവിടെ പഠിച്ചാൽ മതി, അവൻ ആ സ്പോർട്സിൽ പോകണ്ട. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഐ എം കമ്മിങ് ടു ദ ടോപ്പിക് ഫൈനലി. ഫസ്റ്റ് വൺ ഇസ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു യൂസ് ലാംഗ്വേജ്. എങ്ങനെയാണ് നമ്മുടെ ഈ കാര്യവും നമ്മുടെ ഫീലിങ്സ് എന്താണോ, നമ്മുടെ തോട്ട്സ് എന്താണോ, നമ്മുടെ നോളജ് എന്താണോ, അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് രീതിയിൽ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
if you can convert your thoughts, knowledge, etc. into language, നന്നായി സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇദ്ദേഹം ഒരു പ്രസന്റേഷൻ നടത്തുകയാണ്, നന്നായി ആ പ്രസന്റേഷൻ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലാംഗ്വേജ് സ്കില്ലുണ്ടെന്ന് പറയാം. പേടിച്ച് വിറച്ചാണെങ്കിലും നമുക്ക് എന്താ പറയാ, അത് കുറച്ചിട്ട് ഡെവലപ്പ് ചെയ്തും എടുക്കാം കേട്ടോ. ഞാനൊരു നമ്മുടെ സ്കൂളിന്റെ ഒരു ആനുവൽ ഡേ കുളമാക്കി കൊടുത്തിട്ടുള്ള ഒരു വർഷമുണ്ട്. കാരണം എനിക്ക് ആ സ്റ്റേജിൽ കയറി നിന്ന് പേടിയായിരുന്നു പറയാൻ. ഞാൻ ആ ഒരു സദസ്സിനെ മുഴുവൻ, സത്യം പറഞ്ഞ ആ ഗസ്റ്റിനെ മുഴുവൻ തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞ് എല്ലാം കുളമാക്കി കൊടുത്തു. പക്ഷേ ആ എന്നെ തന്നെ പിന്നീട് ഒരിക്കൽ ചാർജ് കിട്ടിയപ്പോ എന്നോട് PTA ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞപ്പോ അതിനകത്ത് കൃത്യമായി ഞാൻ വർക്ക് ചെയ്യുകയും മറ്റൊന്നും ചിന്തിക്കാതെ സ്റ്റേജിൽ കയറി ആ വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തത് രണ്ടാമത്തെ സ്റ്റേജിൽ കയറലാം. പക്ഷെ അവിടെ കുറച്ച് വർക്ക് ചെയ്തു. എന്റെ ആ പേടി ഉണ്ടായിരുന്നതിനെ മാറ്റുകയും എന്റെ സ്കില്ല് നാളെ എനിക്ക് വേണ്ടുന്ന കാര്യത്തിനെ ഞാൻ നേരത്തെ മുതൽ അതിൽ വർക്ക് ചെയ്ത് അതിൽ ആ സംഭവം നേടിയെടുത്തു. പക്ഷെ ഒന്ന് പറയാം, ഈ 15 വർഷത്തെ എന്റെ പ്രിൻസിപ്പൽഷിപ്പില് എന്റെ നേരെ വിരൽ ചൂണ്ടി വരാൻ ആൾക്കാർക്ക് സാധ്യതയില്ലാതെ പോയത് അന്ന് ഞാൻ കൊടുത്ത ഒരു പെർഫോമൻസ് ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം അത് കാര്യകാരണ സഹിതം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ലിംഗ്വിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ആദ്യം പറഞ്ഞു, ഇത് അണ്ടർസ്റ്റാൻഡ് വേർഡ്സ് ആൻഡ് മാനിപ്പുലേറ്റ് സിൻടാക്സ് ഓഫ് സെന്റൻസ്. നന്നായി കൃത്യതയോടുകൂടി ആ ഭാഷ, അത് നമ്മുടെ ഇപ്പൊ ഇംഗ്ലീഷ് മാത്രം ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ആവണമെന്നില്ല. നമ്മുടെ മലയാളത്തിലും നല്ല ഗംഭീരമായിട്ട് നന്നായിട്ട് നമ്മുടെ എത്രയോ കഥാകാരന്മാരും എഴുത്തുകാരും എല്ലാം ഉണ്ടല്ലേ, ഗുഡ് അറ്റ് റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് വെരി ഗുഡ് അറ്റ് യൂസിങ് ഗ്രാമർ. ഞാനിവിടെ കാണിച്ച ഈ 3 പേരും നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും. വില്യം ഷേക്സ്പിയർ ഞാൻ പറഞ്ഞു തരണ്ടില്ല, ഖുഷ്വന്ത് സിംഗ്, ഹീസ് ഓൾസോ എ റൈറ്റർ, ചേതൻ ഭഗത്, ഹീസ് ഓൾസോ എ റൈറ്റർ. ഈ 4ാമത് കൊടുത്തിരിക്കുന്ന ജാവേദ് അക്തർ ആരാന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഫിലിം സോങ് റൈറ്റർ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ട് ആരെങ്കിലും ഈ സിനിമ കണ്ടോ? ഇത് എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അത് 25 ലക്ഷം രൂപയാണ് ഈ ഒരു ഒറ്റ പാട്ടിന് കിട്ടിയത്. ഈ ഒരു ഒറ്റ പാട്ടിന്. അതാണ് പ്രത്യേകത. നമുക്ക് കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതേ ഉള്ളന്നേ. ഒന്ന് നോക്കൂ, എത്ര തരത്തിലുള്ള ഇത് കുറവാണ് കേട്ടോ. ലിംഗ്വിസ്റ്റിക് സ്കില്ല് മാത്രമുള്ള ആളുകൾക്ക് പറ്റിയ സാധനമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഓഥർ, ജേർണലിസ്റ്റ്. എനിക്ക് ഇന്ററാക്ട് ചെയ്ത് കിട്ടണം എന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം വിൽ നോട്ട് ബി ഇനഫ് എന്നുള്ളത് കൊണ്ട് ഐ എം ഗോയിങ് ഓൺ. പ്ലേ റൈറ്റ്, റേഡിയോ അനൗൺസർ, സ്പീച്ച് പാത്തോളജിസ്റ്റ്, ഒത്തിരി ഉണ്ട്. ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് എടുക്കാം, കുറെ സംഭവങ്ങൾ എടുക്കാം. അത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വെക്കുകയാണ്, നന്നായി എഴുതാനും പറയാനും ഒക്കെ മിടുക്കുള്ള കുട്ടികളെ അതിലേക്ക് തന്നെ വിടുക. സയൻസ് പഠിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കേണ്ട. അടുത്തത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇങ്ങനെ നല്ല പസിലുകൾ സോൾവ് ചെയ്യാൻ അവരുടെ എത്ര നേരം അതിന്റെ കൂടെ ഇരുന്നാലും അവർക്ക് മതിയാവില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇത് നന്നായിട്ട് ലോജിക്കൽ തിങ്കിങ്ങും അവര് നമ്പേഴ്സ് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യും. എനിക്ക് എന്റെ വീട്ടിൽ തന്നെ 3 മക്കളെ എടുത്താല് 3 ആൺകുട്ടികളാണ്. മൂത്തയാള് നല്ല രീതിയിൽ അവൻ കണക്ക് കൂട്ടും. അവൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവൻ നമ്മളെല്ലാവരും ഉള്ളപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ പെട്രോൾ പമ്പിൽ കയറുമ്പോ 1500 അടിക്കാം, എത്ര ലിറ്റർ കയറും. അവൻ പട്ടേന്ന് ആൻസർ കൂട്ടി എടുക്കും. മറ്റവന്മാരെ അപ്പം എടുക്കും കാൽക്കുലേറ്റർ. ഞാൻ ഉൾപ്പെടെ എടുക്കും കാൽക്കുലേറ്റർ.
പക്ഷെ അതിനേക്കാളും സ്പീഡിൽ അവനത് ചെയ്തു വെക്കും. അവനൊരു ഫൈറ്റർ പൈലറ്റ് ആണ് കേട്ടോ, ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ് ആണ്. ഷാർപ്പാണ് ആ കാൽക്കുലേഷൻ. അത് ചിലർക്കുണ്ട്. അതേസമയം തന്നെ എന്റെ ഇളയ ആളെ എടുത്താൽ ലോജിക്കൽ റീസണിങ് ഉണ്ട്, പക്ഷെ അവന് കണക്ക് കൂട്ടാനല്ല. അവന് ഒരു കൃത്യമായ റീസണിങ്, കൃത്യമായ കാര്യകാരണ സഹിതം അവൻ തർക്കിക്കും നമ്മളോട്. അങ്ങനെ അവന്റെ തർക്കങ്ങളിലൂടെ ഞാൻ ഏറെ പഠിച്ചിട്ടുണ്ട് പാഠങ്ങള്. ലൈക്ക് എക്സാമ്പിൾ, ഈ തർക്കങ്ങൾ തുടങ്ങിയതിന്റെ ആദ്യത്തെ കാര്യം നമ്മുടെ ശബരിമല ഇഷ്യൂ ആണ്. ഞാൻ അതിനെ എതിർത്തപ്പം അവൻ പറഞ്ഞു, ഇതുപോലെയുള്ള ചില കാര്യങ്ങളെയൊക്കെ എതിർത്തില്ലെങ്കിൽ നിങ്ങൾ ഇന്നും മറയ്ക്കാതെ നിങ്ങൾ നടന്നേനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. പിന്നെ എനിക്ക് തിരിച്ചെതിർത്ത് പറയാൻ മാർഗമില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങള് ലൈക്ക് ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQ, ഇതെല്ലാം ഇനി അറിവ് പകർന്നു തന്നത് സത്യം പറഞ്ഞാൽ എന്റെ ഈ ഇളയ മകനാണ്. അവൻ അറിവ് നേടിക്കൊണ്ട് അവൻ ടീച്ചറെ, ഇളയ മകൻ പറഞ്ഞ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, അതാണ് പറഞ്ഞത്. അതാണ് അവൻ ലോയ്ക്കാണ് പോയിരുന്നത്. ലോജിക്കൽ. ആ ലോജിക്കലാണ് റീസണിങ്. ഞാൻ പറഞ്ഞത് കണക്ക് കൂട്ടാനല്ല. അതുകൊണ്ട് അവൻ പോയിരിക്കുന്നത് വക്കീലാവാനാണ്. അവൻ വക്കീലാണ്. അപ്പൊ അതും +2 സയൻസ് പഠിച്ചിട്ടാണ്, ഞാൻ നിർബന്ധിച്ചിട്ടല്ല, അവൻ തന്നെ വന്നെടുത്തതാണ് സയൻസ്. അവൻ തന്നെ അത് റിയലൈസ് ചെയ്തു. ഞാനും അവനെ സഹായിച്ചു. അവന്റെ ഇഷ്ടമുള്ള രീതിയിൽ അവൻ ലോയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. എന്റെ രണ്ടാമത്തെ ആളും അവന് ഇഷ്ടമുള്ള തൊഴിൽ തന്നെയാണ് കേട്ടോ സ്വീകരിച്ചിരിക്കുന്നത്. അവനൊരു മെറൈൻ എഞ്ചിനീയർ ആണ്. അപ്പോ ഈ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ അവരുടേതായ രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പറയുന്നു. അപ്പൊ ഇതിനകത്ത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഞാൻ മുമ്പ് പറഞ്ഞു, നമ്പേഴ്സ് കൊണ്ടും പിന്നെ റീസണിങ് എബിലിറ്റി ഉള്ളതുകൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഈ ലോജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബ്രെയിനിന് അത് അനലൈസ് ചെയ്യാൻ പറ്റണം, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, പ്രോ ആൻഡ് കോൺ അനാലിസിസ്. ഈ പ്രോ ആൻഡ് കോൺ അനാലിസിസ് പറയുമ്പോൾ എനിക്ക് എന്റെ ഇളയവനെ തന്നെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവമുണ്ട്. ഫോൺ വാങ്ങിക്കാൻ അവനെയും കൊണ്ടുപോയിട്ട് അവൻ ആ കടയിൽ ചെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ചേട്ടാ, ഞാൻ ഇത്രയും രൂപയ്ക്ക് 15,000 രൂപ കൊടുത്തോളൂ, 15,000 രൂപയ്ക്ക് ഞാനൊരു ഫോൺ വാങ്ങും. ചേട്ടന് വേണ്ടി വാങ്ങുവാണെങ്കിൽ ചേട്ടൻ ഏത് വാങ്ങും? ആ പറഞ്ഞ ഫോണും വാങ്ങിച്ചുകൊണ്ട് എന്റെ മാം പോന്നു. അതാണ് ഉള്ളൂ. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവൻ അത് ശ്രദ്ധ കൊടുക്കുന്നതേ ഇല്ല. അതേസമയം മറ്റേ മക്കളോടൊക്കെ ചോദിച്ചാൽ ഇന്ന ഫോണിന് ഇന്ന കുറവുണ്ട്, ഇന്ന ഫോണിന് ഇന്ന ഗുണമുണ്ട്, നീട്ടിപ്പിടിച്ച് കുറെ കാര്യങ്ങൾ പറയും. അപ്പോ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് സിമ്പിളായിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യവും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി, ടൈം, കോസ് ആൻഡ് എഫക്റ്റ്, ഇങ്ങനത്തെ ആബ്സ്ട്രാക്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതും ഈ ഇന്റലിജൻസ് ഉള്ളവർക്കാണ്. നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ അറിയാം അല്ലേ, തോമസ് എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, അബ്ദുൽ കലാം, സ്റ്റീവ് ജോബ്സ്, ഇതൊക്കെ ഇതുള്ളതാണ്. പക്ഷേ ഞാൻ ഈ കാണിച്ച ഒരാളുണ്ടല്ലോ, ഇതാരാ? ഈ കൊച്ചുകുട്ടി ആരുമില്ലേ എന്റെ കൂടെ? യെസ്, പ്രജ്ഞാനന്ദ. ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടിയത് എന്താ? ചെസ് കളിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും പെടുന്നില്ല. ചെസ്സാണ് അല്ലേ? ചെസ്സിലും ഈ ലോജിക്കൽ റീസണിങ് എല്ലാം വേണം. ലോജിക്കൽ തിങ്കിങ് നന്നായി വേണ്ട ഒരു സ്പേസ് ആണത്. പിന്നെ ഇത് ഓഫ്കോഴ്സ് നമ്മുടെ സോംനാഥ് സാർ, ഇവരൊക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ്. ഇനി അവരുടെ തൊഴിലുകൾ ഒത്തിരി എടുക്കാൻ പറ്റും. ഞാൻ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ദിസ് ഇസ് നോട്ട് ദി എൻഡ് എന്നും കൂടി ഓർക്കുക. ഇറ്റ് അൺഎൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ദെർ ആർ മെനി മോർ. ഇത് വളരെ കുറച്ചേ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം PDF ആയിട്ട്. അടുത്ത വിഷ്വൽ ഓർ സ്പേഷ്യൽ. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ ഏത് കാറ്റഗറി പെട്ടതായിരിക്കും അത്? യെസ്, ആരെങ്കിലും? പെയിന്റിങ്.
പെയിന്റ് ചെയ്യാൻ, വരയ്ക്കാൻ, ഈ ക്രാഫ്റ്റ് വർക്ക് ഞാൻ മുമ്പ് കാണിച്ച പോലെയൊക്കെ എല്ലാം വരുന്നത് അവർക്ക് എന്താണ് കളേഴ്സുമായിട്ടും ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഡിസൈൻ ചെയ്യാനും. പിന്നെ ഇത് കണ്ടോ, ഫോട്ടോഗ്രാഫി, അതെ, അതെല്ലാം കളറുമായിട്ടുള്ളതും അങ്ങനത്തെ അതിൽ വരും. ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഇവിടെ ആണ്. ഞാൻ മുമ്പൊരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡിന്റെ പ്രാധാന്യം? ഞാൻ 2 കുട്ടികൾ ബോൾ കളിക്കുന്നതിന്റെ പിക്ചർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, സച്ചിന് ശരിക്കും കളിക്കാരനാണ്. സച്ചിന് നന്നായി സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് സച്ചിൻ ആ ബോൾ വരുന്നത്, ഏത് സ്പീഡിലാണ് അത് വരുന്നത്, ഞാൻ ഏത് ആംഗിളിൽ തട്ടിയാൽ അത് 6ഉം 4ഉം ഒക്കെ പോകും എന്നൊക്കെ ആ സെക്കൻഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള ആ സ്പേഷ്യൽ ഇന്റലിജൻസിന്റെ വേറൊരെണ്ണം. എല്ലാവരും ഇതിനകത്ത് ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും വണ്ടി ഓടിക്കാത്തവരാരെങ്കിലും ഒരു കൺസെപ്റ്റോ എന്തെങ്കിലും, എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാ. നിങ്ങൾ കുറച്ച് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമല്ലോ അല്ലെ? എന്താണ് അതിന്റെ? നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കാണാൻ പറ്റാറുണ്ടോ എല്ലാവർക്കും? കൃത്യമായി വണ്ടിയുടെ ഫ്രണ്ട് എനിക്ക് കാണാറില്ല. ഞാൻ ആ വണ്ടിക്കകത്ത് കുഴിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അല്ലേ, നമ്മുടെ വണ്ടി ഇത്രയും മറ്റേ വണ്ടിയുടെ ഇത്രയും വരെ കൊണ്ടുപോകാം, നമ്മുടെ പാർക്ക് ചെയ്യുമ്പോൾ ഇത്രയും വരെ കൊണ്ടുപോകാം. നമുക്ക് ആ ഒരു സ്പേസ്, നമ്മുടെ വണ്ടിയുടെ ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരു ഡ്രൈവറുടെ ഇന്റലിജൻസ്, സ്പേഷ്യൽ ഇന്റലിജൻസ് നല്ലതായിട്ടില്ലാത്ത ഒരു ഡ്രൈവർ ആണെങ്കിലാണ് ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റവൻ വന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. നമുക്ക് ആ കാൽക്കുലേഷൻ ചിലപ്പോൾ ഈ ഗ്യാപ്പിനുള്ളിൽ പോകുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. ഇതെല്ലാം നമ്മുടെ സ്പേഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മകൻ പൈലറ്റാണ്. പൈലറ്റ് എത്ര ഷാർപ്പായിട്ട്, എത്ര സ്പീഡിലാണ് ആ പ്ലെയിൻ ഫ്ലൈ ചെയ്യണത്. അവിടെ ഒരിക്കലും അവൻ പറയുന്നുണ്ടായിരുന്നു, അവനും അവന്റെ സാറും പുറകിലിരിപ്പുണ്ടായിരുന്നു. അവര് ഇങ്ങനെ ഫൈറ്റിംഗ് ടാക്ടിക്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടിച്ചു, ചെയ്യരുതാത്തത് ചെയ്തു. അപ്പം പുറകിൽ ഒറ്റയടിയാ കൊടുത്തത്. ഇറങ്ങിക്കഴിഞ്ഞപ്പം അന്നേരം ഒന്നും പറഞ്ഞില്ല. അന്നേരം ഇരുന്ന് പറയാൻ പറ്റില്ലല്ലോ. കിട്ടിയത് കൊണ്ട് എന്നിട്ട് താഴെ വന്ന് ബ്രീഫ് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. അപ്പോ പിന്നെ അവർക്ക് ഇതുണ്ട്, ചെറിയ ഇത് പറ്റുന്നത്. ആദ്യം എടുത്ത് നോക്കിയപ്പോ സാറിനോട് പറഞ്ഞു, ഓപ്പോസിറ്റ് വന്ന പ്ലെയിൻ കണ്ടില്ലായിരുന്നോ? ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ 2 കൂട്ടരും തീർന്നേനെ എന്നുള്ളത്. അപ്പൊ അത്രയും ഷാർപ്പായിരിക്കണം. അത് ആ സ്പേഷ്യൽ ഇന്റലിജൻസ് ഗംഭീരമായിട്ടുള്ളത് കൊണ്ടാണ് അതൊക്കെ പറ്റുന്നത്. അപ്പൊ ഏത് തൊഴിലിനാണ് ഏതൊക്കെ കഴിവുകളാ വേണ്ടതെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോ നമുക്ക് പോവാം. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ, അത് അങ്ങനെയാണ് അതിനെ പറയുക. വിഷ്വൽ എന്ന് പറയുന്നത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, സ്പേഷ്യൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് സ്പീഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇതിന്റെ അകത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈ കളേഴ്സും ഷേപ്പും അത് പറഞ്ഞു. ഒബ്സർവ് ചെയ്യാൻ, ഫേസസ് റെക്കഗ്നൈസ് ചെയ്യാൻ, ഷേപ്സ്, കളേഴ്സ്, ഇതൊക്കെ. പിന്നെ നമുക്ക് പഠിക്കുമ്പോഴും വിഷ്വലൈസ് ചെയ്താലേ പറ്റുള്ളായിരിക്കും. ഇപ്പൊ എന്റെ PPT നിങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് വിഷ്വൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്കത് ഒരുപാട് സന്തോഷമാണ് വിഷ്വൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാം. ശോഭാ സിംഗ് ഒരു നല്ലൊരു പെയിന്റർ തന്നെയാണ്. വാൾട്ട് ഡിസ്നിയും MF ഹുസൈനും ഒക്കെ അറിയാം. റീതു ബേരി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഇതിന് പോയ ഏറ്റവും വേൾഡിൽ ഡിസൈനിങ്ങില് എന്താ പറയാ, ഡിസൈനറായിട്ട് പോയ ആദ്യത്തെ പെൺകുട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരി എടുത്തിട്ടത്. ഇവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ ഒരു കാര്യം, ഈ കുട്ടി ആരാന്ന് പറയാൻ പാടില്ലേ? ഈ കുട്ടി ആരെങ്കിലും
No അറിയോ? idea. No idea. No idea. നോ ഐഡിയ. ക്ലിന്റ് ക്ലിന്റ്, അതാരാ പറഞ്ഞേ? കാണാൻ വയ്യാത്തോണ്ടാ ചോദിക്കുന്നത്. താങ്ക് യു. വീണ ബാബു ആണോ? യെസ് മാം, യെസ് മാം. താങ്ക് യു. ക്ലിന്റ്, 3 വയസ്സിൽ ആ കുട്ടി മരണപ്പെട്ടു. ആയിരത്തിലധികം ചിത്രങ്ങള് 3 വയസ്സിനുള്ളിൽ വരച്ച ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എത്ര ഗംഭീരായിട്ടല്ലേ വരച്ചിരിക്കുന്നത്. ഒരു 3 വയസ്സുകാരൻ വരയ്ക്കുന്ന പടമാണോ വരച്ചിരിക്കുന്നത്? അല്ല. അവൻ എങ്ങനെയാണ് അവന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞത്? എന്തോ ഒരു ചോക്കോ എന്തോ കിട്ടിയത്, ഒരു നല്ല സർക്കിൾ. 1 വയസ്സുള്ള ഒരു കുട്ടി. ഇപ്പൊ ശരിക്കും സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചതിനെ, ഒരു സർക്കിൾ ഒന്ന് വരച്ച് കാണിക്കാൻ. നിങ്ങൾ ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ക്ലിന്റ് ഇവിടെ ക്ലിന്റ്. തേവരയുള്ള കുട്ടിയില്ലേ? അതെ, യെസ്. ഒരു സർക്കിൾ കൈകൊണ്ട് വരച്ചപ്പം അവൻ വളരെ കൃത്യമായ ഒരു സർക്കിൾ വരച്ചു. അത് കണ്ടിട്ട് ആ അച്ഛനും അത്ര സംശയമൊന്നുമില്ല, തൊട്ടടുത്തുള്ള അച്ഛന്റെ സുഹൃത്തും ഒക്കെ കൂടി ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ നല്ല പെയിന്റുകൾ വരച്ചിട്ടുണ്ട്. പക്ഷെ 3 വയസ്സിൽ പാവം മരണപ്പെട്ടു. ഇതൊരു പ്രോഡിജിയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും. നമ്മൾ തിരിച്ചറിയാഞ്ഞിട്ടാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് നിങ്ങൾക്കായിട്ട് വിടുകയാണ്. ഒരുപാട് തരത്തിലുള്ള തൊഴിലുകൾ അവൈലബിൾ ആണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അടുത്ത ബോഡിലി കിനസ്തെറ്റിക്, ആ പേര് കേൾക്കുമ്പോഴേ അറിയാല്ലേ നമുക്ക് കളിക്കാനുള്ള താല്പര്യം. പിന്നെ മുമ്പ് ഞാൻ കാണിച്ചിരുന്നു ഡാൻസ് അല്ലേ? എത്ര രസമായിട്ട് അതാ ഈ കുട്ടിയുടെ ഒരു മൂവ്മെന്റ് അല്ലേ? എത്ര അഴകാണ് ശരിക്കും പറഞ്ഞാല് ആ കുട്ടി മൂവ് ചെയ്യുന്നത്. ഇതെല്ലാം അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ ഫീലിങ്സും തോട്ട്സും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ മൂവ്മെന്റ്സിലൂടെയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ പറയാനാകും. ഇവിടെ നല്ല കൺട്രോളാണ് ഇവർക്ക് വേണ്ടത്, നല്ല കൺട്രോൾ. ഇവിടെ മുഴുവനും ഇവിടെ ഒരു കാര്യം കൂട്ടി ആഡ് ചെയ്യാനുള്ളത്, ഗ്രോസ് മോട്ടർ ആൻഡ് ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവരെല്ലാവരും ഗ്രോസ് മോട്ടർ, ഇവര് 3 പേരും ഗ്രോസ് മോട്ടറിന്റെ ആണ്. ചാർലി ചാപ്ലിനെ കുറച്ചിട്ട് ഫൈൻ മോട്ടറിന്റെ ആളാണ് അല്ലെ? കാരണം ചാർലി ചാപ്ലിൻ ആ മുഖത്തെ എക്സ്പ്രഷൻസ് എത്ര രസമായിട്ടാണ് അവിടുത്തെ മുഖത്തെ ഓരോ മസിലും അനക്കുന്നതും ആ ചിരിക്കുന്നതും ആ എക്സ്പ്രഷൻസ് എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് അവിടെ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മുഖത്തെ പേശികളാണെന്ന് മാത്രം, ഈവൻ കൈയുടെ ചലനങ്ങള്, കാലിന്റെ പാദത്തിന്റെ ചലനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നല്ല ഹാൻഡ് ഐ കോർഡിനേഷൻ വേണം. ഇതിനകത്ത് നമ്മുടെ സാധാരണക്കാരില് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എടുത്തതാണ്. ഈ ഒരാളെ അറിയോ? ഇത് ഏത് തരം ഡാൻസ് എന്താ പറയാ കല ആണെന്ന് പറയാൻ പറ്റുമോ? ചാക്യാർകൂത്ത്. കറക്റ്റ്. അവസരം എടുക്കുന്നതാണല്ലോ, അറിയാലോ. ചാക്യാർകൂത്താണ്. ചാക്യാർകൂത്തിന് അധികം ഈ ബാക്കിയുള്ള ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ പറയണ പോലെ അവര് കൈയും കാലും എടുത്ത് ബഹളമൊന്നും വെച്ച് ഡാൻസ് ചെയ്യണമൊന്നുമില്ല. പക്ഷെ അവരുടെ മുഖത്തും അവരുടെ കൈകളും ഒക്കെ മൂവ് ചെയ്യുന്നത്, അവരാ കളിയാക്കാൻ എടുക്കുന്ന ആ ഒരു എക്സ്പ്രഷൻസും ഒക്കെ ഫൈൻ മോട്ടർ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില കഴിവുകൾ നമുക്ക് ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഏത് തരത്തിലുള്ള ഫൈൻ മോട്ടറിൽ നമുക്ക് സർജനെ ഞാൻ ഉൾപ്പെടുത്തും. ഫൈൻ മോട്ടറിൽ സമ്മതാണോ? സർജൻ ആവശ്യമുണ്ടോ? ഫൈൻ മോട്ടോർ സ്കിൽസ് ഒരു സർജന് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോ ആ വിരലുകളും ഐയും നല്ല കോർഡിനേഷൻ ഉണ്ടാവണം. സീനിയർ ആയിട്ടുള്ള സർജന്മാരെ മാറ്റി നിർത്തി താഴെയുള്ളവരെ വെക്കുമ്പോ സീനിയേഴ്സിന് വിഷമം തോന്നും. പക്ഷെ സീനിയറിന്റെ കൈ വിറക്കാതെ തന്നെ പിടിക്കാൻ പറ്റണ്ടേ? മൈക്രോമീറ്റർ റേഞ്ചിൽ ഉള്ള ഒരു സെല്ലിനെ പോലും തെറ്റിച്ചെടുക്കരുത്. എന്റെ ഹസ്ബൻഡിന്റെ ഓപ്പറേഷൻ 2002 നടത്തുമ്പോ ആ ഡോക്ടർ മാത്യു ഡോക്ടർ, വെല്ലൂരിൽ നിന്നുള്ള മാത്യു ഡോക്ടർ ആയിരുന്നു ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കുട്ടി ഈ മെമ്മറി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനിലാണ് ഇത്തിരി ട്യൂമർ വന്നിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ഇടതുവശം കൈ അനങ്ങുന്നതിനുള്ള
സെൽസ് ഒക്കെയാണ് ഉള്ളത്. അവിടുന്ന് ഒരെണ്ണം പോലും സ്ക്രീപ്പ് ചെയ്താൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ തളർന്നു പോയേക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബോധം വന്നോന്ന് നോക്കണേലും കൂടുതൽ ഞാൻ നോക്കിയത് അദ്ദേഹത്തിന്റെ കൈ അനങ്ങുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സെല്ല് പോലും സ്ക്രീപ്പ് ചെയ്തെടുക്കാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അത്രയും ഹാൻഡ് ഐ കോർഡിനേഷൻ വേണം ഇവർക്ക് വേണ്ടത് ഈ ഒരു സ്കില്ല്, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ സ്കില്ല് വേണം. മാത്രമല്ല തുന്നൽക്കാരന് സൂചി നൂലും കോർക്കാൻ എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ജ്വല്ലറി മേക്കിങ്ങിന്, ജ്വല്ലറി സാധനങ്ങളൊക്കെയാ ചേർത്ത് വെക്കുന്നത്. അതിനെല്ലാം ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ആവശ്യമാണ്. അടുത്ത ഇതിലേക്ക് പോവുകയാണ്. മ്യൂസിക്കൽ ഇന്റലിജൻസ്, പാട്ട് പാടാനും. നമ്മൾ ആ മ്യൂസിക്കൽ പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓടി വരുന്നത് പാട്ട് പാടാനും ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും ഉള്ളതാണ്. പക്ഷെ അവർക്ക് റിഥം, പിച്ച്, ടോൺ, എക്കോ, സ്ട്രക്ചർ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് ഈ കുറെ കുട്ടികൾ ഉണ്ടാവുമായിരുന്നല്ലോ പല ഇൻസ്ട്രുമെന്റ്സ്. ആനുവൽ ഡേ ആവുമ്പോൾ പറയണം മക്കളെ നമുക്കൊരു ഗാനമേള നടത്താറാന്ന് പറഞ്ഞ് അവരെല്ലാം കൂട്ടും. ഞാൻ അവരുടെ കൂടെ പോയിരിക്കും. പക്ഷെ സത്യം പറയാലോ, അവര് ആ ഡ്രംസ് വെച്ചും അല്ലെങ്കിൽ വയലിനും ഗിറ്റാറും ഒക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഡിഫറൻസ് കാര്യമായി മനസ്സിലാവാറില്ല. അല്ലെങ്കിൽ ആ അവരുടെ ആ പിച്ച് ശരിയല്ലെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല. കാരണം ഞാൻ അത്ര കണ്ട് മ്യൂസിക്കൽ സ്കില്ലുള്ള ആളല്ല. പക്ഷെ ആ കുട്ടികൾ അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്തു വരുമ്പോ നല്ല ഭംഗിയാ. എനിക്ക് വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്ത എന്റെ ഹസ്ബൻഡ് വണ്ടിയും കൊണ്ട് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറണം. ആ പോക്കറ്റ് റോഡിലേക്ക് കയറുമ്പോഴേ ആ വണ്ടിയുടെ സൗണ്ട് സെൻസ് ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പട്ടി ബഹളം ഉണ്ടാക്കുന്നത്. നല്ല ഷാർപ്പായിരുന്നു അതിന് ആ കഴിവ്. മ്യൂസിക്കലി ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ ആ സൗണ്ടിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കഴിവ്. ഈ ശിവമണി എന്ന് പറയുന്ന ആള് സത്യത്തിൽ ഭയങ്കര താളബോധമാണ്. ആ താളബോധം എന്ന് പറയുന്നത് പുള്ളി ക്ലാസിക്കൽ പഠിച്ചിട്ടല്ല. പണ്ട് ഞാൻ എൻ്റെ മൂത്ത മകൻ ഈ പൈലറ്റ് എന്ന് പറഞ്ഞവനെ ഞാൻ കൊണ്ട്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ തബലയൊക്കെ കൊട്ടണ പിള്ളേരെയൊക്കെ. ഞാൻ കൊണ്ട് ഒരു മാസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുവന്നു. അതിനെ താളം ഒരു 3-4-5 വയസ്സിലാ താളം പഠിപ്പിച്ച് നോക്കിയേച്ചും പറഞ്ഞു ഇവനെ മ്യൂസിക് പഠിപ്പിക്കാൻ വിടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വിട്ടിട്ടുമില്ല, തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവരെല്ലാം സിംഗേഴ്സ് ആണ്. ഇവരെല്ലാവരും നിങ്ങൾക്കറിയാം, എല്ലാവരും പാട്ട് പാടുന്നവരും ഇത് കീബോർഡും ഒക്കെ വായിക്കുന്നവരും AR റഹ്മാനൊക്കെ പല പല സംഗതികളുണ്ട്. ഇതെല്ലാം ആ സൗണ്ടിനെ ശ്രദ്ധിച്ച് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്, കേപ്പബിലിറ്റിയാണ്. എന്റെ സ്റ്റുഡന്റ് ഒരു നമ്മുടെ ബേണി ഇഗ്നേഷ്യസ് ഇല്ലേ, ബേണി ഇഗ്നേഷ്യസ് പാട്ട് കമ്പോസ് ചെയ്യുന്ന ടീം, ബേണിയുടെ മോൻ എന്റെ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അസലായിട്ട് പാടും. ആ പാടുന്ന കുട്ടിയെ പാടാനല്ല അവൻ പോയത്. അവൻ പകരം എന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറും ഒക്കെ പഠിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു, അവൻ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോയി. എന്നിട്ട് ഇപ്പോ അവരുടെ സ്റ്റുഡിയോ മാനേജ് ചെയ്യുകയാണ്. അവൻ ഗംഭീരമായിട്ട് പാടുകയും ചെയ്യും, ഈ സ്റ്റുഡിയോയും ഒക്കെ മാനേജ് ചെയ്യുന്നത് അവനാണ്. അപ്പൊ ഏതിലാണോ അവരുടെ താല്പര്യം അതിലേക്ക് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ഒരുപാട് എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് ആരാന്ന് ആർക്കെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, അൽക്ക ബിജു, താങ്ക് യു. AR റഹ്മാൻ, യെസ്. AR റഹ്മാന്റെ പ്രത്യേകത ഹയസ്റ്റ് പെയ്ഡ് സിംഗർ ആണ്. 3 crore ആണ് ഒരു സോങ്ങിന് വാങ്ങണത്. പക്ഷെ അങ്ങേർക്ക് പാട്ട് പാടാനൊക്കെ ഉള്ള കൂടുതൽ താല്പര്യം കമ്പോസ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് പുള്ളിയിട്ടിരിക്കുന്നത്. എന്തായാലും പോട്ടെ. പിന്നെ ഈ കുട്ടി അറിയാലോ, ആവിർഭവ് 7 വയസ്സില് ഇന്ത്യയുടെ ടോപ്പ് സിംഗറായി അല്ലേ. പക്ഷെ അവനെ ആ ചെറിയ പ്രായത്തില് അവൻ ആ പാട്ട് കേട്ട് പഠിക്കാനുള്ള ആ കഴിവിനെ മനസ്സിലാക്കിയ അവന്റെ അമ്മയെയും ചേച്ചിയെയുമാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം അത് ഐഡന്റിഫൈ ചെയ്ത് അവനെ പഠിപ്പിച്ച് അവനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അവർ ചെയ്ത ഒരു കാര്യം. അപ്പൊ ഇത്തരത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധയോടെ കാണേണ്ടത്. മ്യൂസിക്കൽ ഇന്റലിജൻസും ഇഷ്ടംപോലെ
ജോലികൾ ഉണ്ട്. ഈവൻ നമ്മുടെ പിള്ളേർ ഇഷ്ടപ്പെടുന്ന ഡി ജെ പാർട്ടിയുടെ നല്ല സ്ഥലത്തെ ഡി ജെ പാർട്ടിക്കൊക്കെ ഡിസ്ക് ജോക്കിക്ക് നല്ല കാശാട്ടോ. നല്ല രീതിയിൽ നല്ല ഹോട്ടലുകളിലൊക്കെ പാടാൻ വരുന്ന ടീമിനൊക്കെ നല്ല കാശ് തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെ അതിനകത്ത് നമ്മൾക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആ എഞ്ചിനീയറും ഡോക്ടറും നഴ്സും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ടീച്ചറും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്നും ഒക്കെ മാറി പല രീതിയിൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോകണം. കാരണം കുട്ടികൾ ഇന്ന് പഴയ പോലെ അല്ല, നമ്മളെ പോലെ അല്ല. നമ്മള് ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്തതെങ്കിൽ ഇന്ന് കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രമേ ജോലി ചെയ്യൂ എന്ന് മനസ്സിലാക്കുക. മ്യൂസിക്കൽ കഴിഞ്ഞാൽ ഇനി ഇന്റർപേഴ്സണൽ ആണ്. യെസ്, ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അല്ലെ, ബിറ്റ്വീൻ പീപ്പിൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത്. ഇവർക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ അവർ വളരെയധികം ഇന്ററാക്ട് ചെയ്യും. സോഷ്യലി അവർ നല്ല മിടുക്കരാകും. കൗൺസിലിംഗുകാർക്കും ടീച്ചിങ്ങിനും സോഷ്യൽ വർക്കുകാർക്കും ഒക്കെ വേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ്. ഇതില്ലാത്ത ഒരു ടീച്ചർ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്റർപേഴ്സണൽ സ്കിൽ ഇല്ലാത്ത ഒരു ടീച്ചർ, ഇന്റലിജൻസ് ഇല്ലാത്ത ടീച്ചറിനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. പഠിപ്പിച്ചു വിട്ടിട്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇവരെല്ലാം എന്തൊക്കെയാ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇവരെല്ലാം ഗംഭീരമായിട്ടുള്ള ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ തന്നെയായിരുന്നു. ഇവരാരെങ്കിലും ആദ്യം കാണിക്കുന്ന ഈ സ്ത്രീയെ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബർഖാ ദത്ത് എന്നാണ്. അവരൊരു ജേർണലിസ്റ്റ് ആണ്. അവരുടെ ജേർണലിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് സംസാരിക്കാൻ, അതായത് വോയിസ് റേസ് ചെയ്യാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നതാണ്. ഈ ഒരു പേഴ്സണാലിറ്റി, ഈ ഒരു ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണത്. ഒബാമയ്ക്കും അങ്ങനെ തന്നെ. ഞാൻ ഈ പേളിമാനിയെ ഞാൻ ആ ഗണത്തിൽ തന്നെ പെടുത്തുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. പേളിമാനിയും അതെ, ആ സോഷ്യൽ സ്കിൽ അവൾക്ക് നല്ല കൂടുതലുണ്ട്. ആ ഒരു ഇന്റർപേഴ്സണൽ, മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല്, ഇന്റലിജൻസ് പേളിമാനിക്കുണ്ട്. ഒരുപാട് ജോലി സാധ്യതകളുമുണ്ട്. ഇത് ഇനിയുള്ളത് ഇൻട്രാ പേഴ്സണൽ ആണ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ യു ആർ ലുക്കിംഗ് ഇൻ ടു യോർ സെൽഫ്. നമുക്കുള്ളിൽ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ആള്. അതിന്റെ ബേസിസിൽ നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മളുടെ സ്വഭാവങ്ങളിലും അഡാപ്റ്റബിൾ ആകും. എന്നിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു സൈക്കോളജിസ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും. ഞാനൊന്ന് ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. എല്ലാവരും നമ്മൾ നേഴ്സായിട്ട് നേഴ്സിങ്ങിന് പോകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അമ്മമാരും വീട്ടിലുള്ളവരെല്ലാം തള്ളി വിടുകയാണ് ഈ നേഴ്സിങ്ങിലേക്ക്. പക്ഷെ ആ നേഴ്സിങ്ങിലേക്ക് പോകുന്ന കുട്ടിക്ക് ഈ ഇന്റർപേഴ്സണൽ സ്കില്ലും ഇൻട്രാപേഴ്സണൽ സ്കില്ലും ഇല്ലെങ്കിൽ, പിന്നെയും കുഴപ്പമില്ല, ഇന്റർപേഴ്സണൽ സ്കില്ലില്ലെങ്കിലത്തെ കുഴപ്പമൊന്നും ആലോചിച്ച് നോക്കിയേ. ചിലര് നമുക്കിട്ട് കുത്തിയാല് കൈ വേദനിക്കും അല്ലേ. ചിലര് കുത്തിയാൽ പോലും നമ്മൾ അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഒരു ഹിന്ദിക്കാരനൊരു ഡോക്ടറുണ്ട്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിപ്പിച്ച്, ഒരു റീലിൽ എപ്പോഴും കാണാം, കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിപ്പിച്ചിട്ട് ഒരു കുത്തു കൊടുക്കും. ആ കുഞ്ഞറിയ പോലും ഇല്ല. അപ്പൊ അത്തരത്തില് ആ ഒരു കരുണയുടെ ഒരു ഭാവം ആ നഴ്സിനില്ലെങ്കിൽ, ആ ഡോക്ടർക്കില്ലെങ്കിൽ, ആ സൈക്കോളജിസ്റ്റിനില്ലെങ്കിൽ, ആ കൗൺസിലർക്കില്ലെങ്കിൽ ആർക്കെങ്കിലും അവരുടെ അടുത്ത് പോയി ഒരു ആശ്വാസം കിട്ടും. അപ്പോ നമ്മുടെ എല്ലാ നഴ്സുമാരെയും നമുക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എല്ലാവരും മാലാഖമാരാണെന്ന് ഞാൻ പറയൂല. എല്ലാരും മാലാഖമാരാണെന്ന് ഞാൻ പറയൂല. അത്രയും നമുക്ക് വേദന ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മാലാഖമാരാകണമെങ്കിൽ ഈ സ്കില്ലുകൾ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ. അവിടെ range of emotions, motivated to identify and pursue goals, work independently, self-actualization, അങ്ങനെ capacity for self-discipline, self-understanding and self-esteem. നമുക്ക് തന്നെ നമ്മുടെ
ഉള്ളില് അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ അറിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. സ്വാമി വിവേകാനന്ദൻ നിങ്ങൾക്ക് മനസ്സിലാകും. മാർട്ടിൻ ലൂതർ കിങ്ങും ജൂനിയറും അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. മാർക്ക് സക്കർബർഗിനെയും ബിൽ ഗേറ്റ്സിനെയും ഒക്കെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുത്തി. എന്തിനാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പോട്ടെ. മാർക്ക് സക്കർബർഗ് വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരാളാണ്. അതുപോലെ ബിൽ ഗേറ്റ്സ് ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ്. അതൊക്കെ കൊണ്ടാണ്. ഇനിയുള്ളത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, എബിലിറ്റി ടു കണക്ട് വിത്ത് നാച്ചുറൽ എൻവയൺമെന്റ് അറൌണ്ട് യു. അവര് ഭയങ്കര നല്ല കൃഷിക്കാരായിരിക്കും, കൃഷിക്കാരല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷകരായിരിക്കും. അങ്ങനെ അവര് ഈ 5 സെൻസസ് കൊണ്ടായിരിക്കും അവര് ഈ ലോകത്തെ അറിയുക. ആ 5 സെൻസസ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ടീ ടേസ്റ്റർ ആയിരുന്നു അവള്. ടീ ടേസ്റ്റർ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരൊറ്റയാളെയാണ് ടാറ്റ ടീ അന്ന് എടുത്തിരുന്നത്. ലിപ്റ്റണിലായിരുന്നു ലിപ്റ്റൺ ടീ എടുത്തിരുന്നത് ഇവളെ. എന്നിട്ട് പിന്നെ ട്രെയിൻ ചെയ്യും കേട്ടോ കുറെ. അതാണ് ടേസ്റ്റ് സെൻസേഴ്സ്. ദേ ആർ ഗുഡ് അറ്റ് സ്മെൽ ആൻഡ് ടേസ്റ്റ് സെൻസേഴ്സ്. എന്റെ ഇളയ മോന് എന്റെ കറിക്കകത്തൊരു ജീരകം ഇട്ടാൽ, ചില സാധനങ്ങളൊക്കെ അവന് ഇഷ്ടമില്ലാത്തതൊക്കെ ഇട്ടാൽ അവൻ അപ്പൊ പറയും അത് കഴിച്ചിട്ട്. കറിക്കകത്തോ എന്തൊരു സാധനത്തിലായാലും അവർക്ക് അതിനുള്ള ഒരു സ്പെഷ്യൽ സ്കില്ലുണ്ട് എന്നുള്ളത് വേണം പറയാൻ. അപ്പോ ക്യാമ്പിംഗ്, ഗാർഡനിങ്, ഹൈക്കിംഗ്, എക്സ്പ്ലോറിംഗ് ഔട്ട്ഡോഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അവര് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ 5 സെൻസസ് വഴി കിട്ടുന്ന കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ, അതിലെ സ്കില്ലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോ ഈ ഗ്രൂപ്പില് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അതിനകത്ത് കണ്ടോ ഈ സഞ്ജീവ് കപൂറിനെ, മേനക ഗാന്ധിയെയും ബെയർ ഗ്രിൽസിനെയും എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർവേ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. സഞ്ജീവ് കപൂറിനെ എടുത്തിട്ടത് എന്തുകൊണ്ടാ? ടേസ്റ്റിയും സ്മെല്ലും ടേസ്റ്റും അദ്ദേഹത്തിന്റെ വിഭാഗമാണ് അല്ലെ. ഷെഫായിരിക്കുക അദ്ദേഹം. ഇന്ത്യയിലെ നല്ല ഒരു ഷെഫാണ്. ഇവരെ രണ്ടുപേരെ അറിയാലോ അല്ലെ. ഹലോ സോഷ്യൽ വർക്കേഴ്സ് ആണ് അവരുടെ പേര് ഒന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ദയാഭായി എന്നറിയപ്പെടുന്ന മേഴ്സി. ആൻഡ് തീർച്ചയായും നമ്മുടെ സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചറിന്റെ ഒരു അധ്യാപികയായിരിക്കെ ഇതിലേക്ക് വഴുതി മാറിയ ഒരു രീതിയുണ്ട്. പക്ഷെ പ്രവർത്തനങ്ങളൊന്നും എല്ലാം ഒന്നും വിജയിച്ചില്ലെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ, അതുപോലെ ഈ ദയാഭായി ആണെങ്കിലും അതെ, കന്യാസ്ത്രീ ആകാൻ പോയെടുത്ത് ഇതല്ല എന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന 2 മഹത് വ്യക്തികളാണ്. അവർക്ക് നാച്ചുറലിസ്റ്റിക് സ്കില്ലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇതിനും ഒരുപാട് തൊഴിൽ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിനെയും അതിൻ്റെതായ രീതിയിൽ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുട്ടികളെ ആ വഴിക്കേക്ക് കൊണ്ടുപോകണം. ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ നമ്മൾ പറയുക വേർഡ് സ്മാർട്ട് കുട്ടികളെന്നാ. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആണെങ്കിൽ ലോജിക് സ്മാർട്ട് എന്നാ. നാച്ചുറലിസ്റ്റ് ആണെങ്കിൽ നേച്ചർ സ്മാർട്ട്. സ്പേഷ്യൽ ആണെങ്കിൽ പിക്ചർ സ്മാർട്ട്. ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ബോഡി സ്മാർട്ട്. മ്യൂസിക്കൽ മ്യൂസിക് സ്മാർട്ട്. ഇന്റർപേഴ്സണൽ പീപ്പിൾ സ്മാർട്ട്. ഇൻട്രാ സെൽഫ് സ്മാർട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോ തിരിച്ച് നമുക്കൊന്ന് ആലോചിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു 8 ഇന്റലിജൻസ് എങ്കിലും നമ്മൾ മുന്നോട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം? നമുക്ക് സത്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക അല്ലെ. ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് വിഷ്വലും സ്പേഷ്യലും കിട്ടുന്ന ഒരു കുട്ടിക്ക് ആ കണക്കുകൾ ബോർഡിൽ എഴുതി ഇട്ട് കൊടുത്താലൊന്നും മനസ്സിലാവില്ല. എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ട്യൂഷന് വന്ന ഒരു കുട്ടിയെ കുറിച്ച് സാറ് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ, എടാ വലിയൊരു കണക്ക് കൊടുത്താലും അവൻ മാത്സ് ആയിട്ട് കൊടുത്താലും അവൻ ചെയ്യും. 100-ന്ന് 80 രൂപ കുറച്ചാൽ 20 രൂപയാന്ന് പറയാൻ അവന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവനെ കടയിൽ വിട്ടിട്ട് 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ വിട്ടിട്ട് 80 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് 20 രൂപയാണ് തിരിച്ചു കൊണ്ടുവരാനുള്ളത് എന്ന് അവനറിയാൻ പാടില്ല. സാറിന് മനസ്സിലാവുന്നില്ല എന്താ കുഴപ്പമെന്ന്. കണക്കായിട്ട് ചോദിച്ചാൽ അവൻ പറയും
പക്ഷെ അവനത് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയും കുട്ടികളുണ്ട്. എനിക്ക് അറിയാവുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പം ആ കുട്ടി കണക്ക് നന്നായി പറയും. ആൻസർ ആണെങ്കിൽ അവൻ പറയും. ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുള്ള സാധനങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ പറയും. അവന് എഴുതാൻ അറിയില്ല. അങ്ങനെ എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ടാലന്റ് എന്താണ്, അവർക്ക് എന്താണ്, അവരുടെ കഴിവെന്താണ്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് ആവണം നമുക്കിത് എന്താ പറയാ, അവരെ പ്രോത്സാഹിപ്പിച്ചാലാണ് അത് നമുക്ക് അവരുടെ കഴിവുകളെ എൻഹാൻസ് ചെയ്യാൻ പറ്റുക. അപ്പോ നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് ഈ സ്റ്റോറീസും പോയംസും ഒക്കെ വെർബൽ ലിംഗ്വിസ്റ്റിക് കുട്ടി നമ്മളോട് പറയണത്, എനിക്ക് എങ്ങനെ ആ ലാംഗ്വേജ് ഉപയോഗിച്ച് എനിക്ക് പഠിക്കാൻ പറ്റും, ആ രീതിയിൽ നിങ്ങൾ എനിക്ക് തരൂ. മാത്സിന്റെ കുട്ടി പറയണത്, എനിക്ക് ലോജിക്കലും കണക്കുകളും വെച്ചിട്ട് എനിക്ക് കാര്യങ്ങൾ തരൂ എല്ലാം. വിഷ്വൽ പറയണത്, എനിക്ക് വിഷ്വൽ കളേഴ്സും സ്പേസും ഷേപ്പും എല്ലാം വെച്ചിട്ട് എനിക്ക് തരൂ. അതുപോലെ ബോഡിലി കിനസ്തെറ്റിക് ആണെങ്കിൽ എനിക്ക് ആക്ഷൻസ് ആയിട്ട് എനിക്ക് കാണിച്ചു തരൂ, എങ്കിലേ എനിക്ക് അത് പഠിക്കാൻ പറ്റൂ. മ്യൂസിക്കല് അതുപോലെ തന്നെയാണ്. മ്യൂസിക് വെച്ചിട്ടും ഇൻട്രാപേഴ്സണൽ നമ്മൾ 2 പേര് ചേർന്ന് നമ്മൾ ചില കുട്ടികൾക്കൊക്കെ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരു കുട്ടിക്ക് ഒരാളെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞ് സഹായിക്കാൻ പറയാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ ഇൻട്രാപേഴ്സണൽ മെമ്മറീസും ഫീലിങ്സും ഒക്കെ ഉണ്ടാക്കാൻ. അതുപോലെ ഡേറ്റ, ഇങ്ങനെ ഓരോ തരത്തിൽ കഴിവുള്ള കുട്ടിക്ക് അതാതിന്റെ രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോ നമുക്ക് ഈ ഒരു കോട്ടോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. Grades don't measure intelligence and age doesn't define maturity. Grades don't measure intelligence and age doesn't define maturity. അത് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഇന്ന് നമ്മൾ A+ മാത്രം ചിന്തിക്കുന്നു, പക്ഷെ അതുകൊണ്ട് അവര് ജീവിതത്തിൽ A+ നേടുന്നില്ല. ഒരുപാട് കുട്ടികൾ തകർന്നു പോകുന്നുണ്ട്. നമ്മൾ മുതിർന്നവര് പറയുന്നത് എല്ലാം ശരിയാണെന്നും വിചാരിക്കേണ്ട. നമ്മുടെ കുട്ടികളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാകും. അപ്പോ ഏജ് ഡസന്റ് ഡിഫൈൻ മെച്യൂരിറ്റി ആൻഡ് ഗ്രേഡ്സ് ഡോണ്ട് മെഷർ ഇന്റലിജൻസ്. സോ ഇതിനെ ഞാൻ ഇനി നിർത്തുവാണ്. ഞാൻ ഇങ്ങനെ മുമ്പ് പറഞ്ഞത് തന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സാരില്ല. ഐ എം സ്റ്റോപ്പിംഗ് വിത്ത് ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം ഫോർ ദ വണ്ടർഫുൾ. വളരെ 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 ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. Basically, especially as parents, as grandparents, as would-be parents, ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. Also for all the teachers and trainers and counselors, it will really help. It was a fantastic session. Thank you very much. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മാഡത്തോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുക്കാം. അതിനുള്ളിൽ തീർക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ജോൺ ബേബി സർ. Yes. അളക അൺമ്യൂട്ട് ചെയ്യൂ. അളക അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അൽക്ക. ആ മാം, ഞാൻ സംസാരിക്കായിരുന്നില്ല. ഞാൻ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയതാ. നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. ഞാൻ പല കാര്യങ്ങളുടെ ഇടയിൽ കൂടിയാണ് മാമിന്റെ ഇത് കേട്ടത്. മാം PDF ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്നും കണ്ടില്ല, പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മളെ കുറിച്ചും മനസ്സിലാക്കാമല്ലോ. എന്ത് ഇന്റലിജൻസിലാ ഞാൻ നിൽക്കുന്നതെന്ന് ഓൾമോസ്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടി. താങ്ക് യു. ഞാനൊന്ന് നോക്കട്ടെ. PDF ഷെയർ ചെയ്യാൻ ഞാൻ എടുത്ത് അത് ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയോ? സാർ ഒന്ന് പറഞ്ഞാൽ മതി.
അത് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഗ്രൂപ്പിലിടുമായിരിക്കും ഐഡിയൽ മാഡം. എന്നാ ഞാൻ അത് ഗ്രൂപ്പിലിടാം. ഇപ്പൊ Later we can put in a group. യെസ്, വിൻസെന്റ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ ടീച്ചറെ നല്ലൊരു സെഷൻ, മനോഹരമായ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു പേരൻസ് മാത്രമല്ല ടീച്ചേഴ്സും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാരണം നമ്മൾ ന്യൂ ജനറേഷൻ പല പിള്ളേരും എഞ്ചിനീയറിംഗ് കോളേജ് വന്നു കഴിഞ്ഞാൽ മോശമായി പോകുന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ബസ്സിലല്ല കയറിയേക്കുന്നത്. ദേ ഗോട്ട് ഇൻ ദ റോങ് ബസ്. അത് ഒരു പക്ഷെ ഇൻഫ്ലുവൻസ് ആകാം, പേരൻസിന് ഇൻഫ്ലുവൻസ് ആകാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് പുതിയ തലമുറ എന്ന് പറയുന്നത് ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, സ്വയം മതിപ്പുള്ള സെൽഫ് എസ്റ്റീം, ഓപ്റ്റിമിസം ആൻഡ് ഈ ഒരു ഇവരെ കോൺഫിഡൻസ് ഉള്ള തലമുറ. അത് ഉണ്ടാകണമെങ്കിൽ അവരുടെ കഴിവുകൾ, ടീച്ചർ പറഞ്ഞ പോലെ കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അല്ലാതെ ഈ കാണുന്ന എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒത്തിരി കേസുകളുണ്ട്. പല ക്യാമ്പസുകളിലും പിള്ളേർ ഡ്രഗ് അഡിക്ഷന് പോകാനുള്ളത് കാരണം they got in the wrong bus. But thank you so much. നല്ലൊരു സെഷൻ ആയിരുന്നു. ഒത്തിരി ഞാൻ 3 മണിക്കൂർ ക്ലാസ് എടുത്ത ടീച്ചേഴ്സിന് എടുക്കണം. ഒത്തിരി നല്ലൊരു സെഷൻ. താങ്ക് യു സോ മച്ച്. അതിനെയാണ് ഈ 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ സ്പീഡിൽ പോയത്. നല്ലൊരു സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, നമുക്ക് നിർത്താം. Okay, we'll go for the Thanksgiving. I invite our Port Padayat sir, treasurer, to say thank you. ഗുഡ് ഈവനിങ്. Padayat sir, yeah. ഗുഡ് ഈവനിങ്. ഈ സുന്ദരമായ സായാഹ്നത്തെ ഒരു വിജ്ഞാനീയമായ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഫാക്കൽറ്റി. സെലീന ടീച്ചറിന്റെ അറിവിന്റെ നിറവാണെന്ന് നമുക്ക് പൂർണ്ണമായി സമ്മതിക്കാം. ഇത്രയും നല്ലൊരു വിഷയം ചടുലമായി തന്നെ അവതരിപ്പിക്കാൻ സാധിച്ച സെലീന ടീച്ചറിനോട് ഞങ്ങളുടെ ഹൃദയപൂർവമായ നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ജോൺ ബേബി സാറാണ് ഏവരുടെയും അകൈതമായ നന്ദി രേഖപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ നെടുംതൂണും ശക്തി കേന്ദ്രമായ പി വി ജോസഫ് സാറിനെയും ഈ അവസരത്തിൽ വളരെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രിയ സെക്രട്ടറി സൈജുവിനെയും നന്ദിയുടെ ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് ഈ അവസരത്തിൽ നമ്മൾക്ക് ഓർക്കാം. ജയശ്രീ മാഡം പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഈ വെബിനാറിനെ സമ്പുഷ്ടമാക്കിയ ഓരോ വ്യക്തികളുമാണ് ഇന്നത്തെ നന്ദി അറിയിക്കുന്ന ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. Thank you. The meeting is adjourned. Thank you again. Bye. 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 Good night. Thank you, sir. Thank you. Good night. Good night, madam. Yes.